ഈ കുഞ്ഞ് ജനിക്കത്തില്ലെന്നോ? അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല. പിന്നെ കുറച്ച് സാവകാശം എടുക്കുന്ന ഡോക്ടർ പറഞ്ഞോളൂ. തരിശായ ഭൂമിയില് ചെറിയ നനവൊക്കെ ഉണ്ടായല്ലടാ, ചെറിയ പച്ചപ്പൊക്കെ വന്നു. ചെറിയതൊന്നുമല്ല, നല്ല പച്ചപ്പാടാ വന്നിരിക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ടില്ല. എനിക്ക് മനസമാധാനം കിട്ടണമെങ്കിലേ എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ അടുത്ത് താമസിക്കണം. ലക്ഷ്മി അന്ന് ഈ കല്യാണത്തിന് തയ്യാറല്ലായിരുന്നെങ്കില് അയാൾക്ക് ഈ ജന്മം ഒരു പെണ്ണ് കിട്ടില്ലായിരുന്നു. ഞാൻ രാജകുമാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞേനെ. ഇതിപ്പോ എനിക്ക് എല്ലാം നഷ്ടമായി, എല്ലാം. മോളെ മൂന്നാറിലൊരു ഒഴിഞ്ഞ കോണിലാണ് ഈ ഹോട്ടൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടം തന്നെ സെലക്ട് ചെയ്തത്. ആ പിന്നെ പരിചയക്കാരെങ്കിലും വരുന്ന പേടിക്കണ്ട. ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇനിയിപ്പൊ നമ്മുടെ ഭാഗ്യക്കെട്ടിന് ആരെങ്കിലും കാണുന്നെങ്കിൽ കാണട്ടെ. വാ വാ. സർ, ആ ആനന്ദ് എന്ന പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സർ ഉണ്ട്. സർ ഒന്ന് സൈൻ ചെയ്യണം. എവിടെയെങ്കിലും പോകാൻ ടാക്സി വേണ്ടി വരുമോ സർ? അതിൻ്റെ ആവശ്യമില്ല. ആ ശരി. ചെക്കിനും ചെക്കൗട്ടും 2 to 11 പക്ഷേ മാനേജർ വിളിച്ച് പറഞ്ഞതുകൊണ്ട് സാറിനത് ബാധകമല്ല. 24 hours എടുക്കാം. എത്ര ദിവസം വേണ്ടി വരും സർ? 2-3 ദിവസം ഉണ്ടാവും. ഓക്കെ സർ. ആ എല്ലാവരുടെയും ഐഡന്റിറ്റി കാർഡ് വേണം. അത് റൂമിൽ വന്ന് കളക്ട് ചെയ്തോളൂ. ശരി ശരി സർ, റൂം കാണിച്ചു തരും. പറയണം സർ. ഞങ്ങളുടെ റൂം അടുത്ത് തന്നെയല്ലേ? അതെ സർ, 2 റൂം അപ്പുറത്ത്. സാറിന്റെ ബാഗെല്ലാം ഞാൻ അങ്ങോട്ട് വെച്ചേക്കാം. ശരി ശരി മാം. ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം. ഇവിടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ്. എടാ നീ എന്തിനാ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നേ? അങ്ങനെ ഒരു ബോധം വേണമെന്ന് പറയായിരുന്നു. ഒന്ന് പോടാ വെറുതെ. മഹിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാനെന്താ, ഇതുപോലുള്ള ഹോട്ടലിലൊക്കെ ഞാൻ ആദ്യമായിട്ടല്ലേ താമസിക്കാൻ വരുന്നേ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ദൂരസ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇവന്റെ മാറ്റം മറ്റുള്ളവരറിയാത്തതുകൊണ്ട് മഹിക്കൊപ്പം ഇവന് നടക്കണമെങ്കിൽ പരിചയക്കാരില്ലാത്ത സ്ഥലത്തേക്ക് പോയേ പറ്റൂ. ഇവിടെ ഉച്ച സമയത്തും നല്ല തണുപ്പുണ്ട്. പിന്നെ മകരമാസത്തിൽ മൂന്നാറിൽ ചൂട് കാണോ. അപ്പോഴേ നിങ്ങൾ 2 ആളും കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വാ. ഞങ്ങൾക്കേ ഇവിടെ ചെറിയൊരു പണിയുണ്ട്. അല്ല അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ആ ഞങ്ങള് വരാം, ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്തോളാം. ഇപ്പൊ പുതുമോടിയിലുള്ളവര് ആരുടെ ശല്യമില്ലാതെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ട് വാ. ആ അതെ, ഞങ്ങളും മുറി കയറി ഒന്ന് ഫ്രഷ് ആവട്ടെ. ആ നിങ്ങൾ പോകുമ്പോഴേ ചാവി തന്നിട്ട് പോകാൻ മറക്കണ്ട. അല്ല രണ്ടാളും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ ഞങ്ങളുടെ പ്ലാൻ എന്താന്നേ നിങ്ങൾ ഇപ്പൊ അറിയണ്ട. ഞങ്ങൾ ഇങ്ങനെ പലതും പ്ലാൻ ചെയ്യും അല്ലടോ? അതെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളതാ. പക്ഷെ ഞങ്ങള് മുൻകൂട്ടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.
നേരത്തെ പറയാൻ പറ്റില്ലേ? പറ്റില്ല. രണ്ടാളും പെട്ടെന്ന് റെഡിയായിട്ട് പോവാൻ നോക്ക്. അനന്തൂട്ടം വാ. അവരെന്തായിരിക്കും കണ്ണേട്ട പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. എന്നാ പിന്നെ പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവും. നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോവാം. ആദ്യം കണ്ണേട്ടൻ കുളിക്ക്. ശരി. ചെല്ല്. ചെല്ല്. വല്ലാത്തൊരു സന്തോഷമുണ്ടല്ലോ മുഖത്ത്. അത് പിന്നെ കാണാതിരിക്കോ? ആരും ഇല്ലാത്ത സ്ഥലത്ത് കണ്ണേട്ടന്റെ കൈകോർത്ത് പിടിച്ച് നടക്കാൻ കിട്ടിയ അവസരമല്ലേ? അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കണ്ണേട്ടൻ പോയി കുളിച്ചിട്ട് വാ. മേഘനാഥൻ എന്ന പേരിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ സാർ. പിന്നെ എന്നെ ഇവിടെ ആരന്വേഷിച്ച് വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറഞ്ഞേക്കണം. അതായത് മേഘനാഥൻ എന്ന പേര് ചോദിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലെന്നങ്ങ് പറയണമെന്ന്. പറയാം സാർ, പറയാം. ഒന്ന് സൈൻ ചെയ്തോളൂ സാർ. ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ സാർ? അത് ഞാൻ നിങ്ങളുടെ നമ്പറിലേക്ക് അയക്കാം. എന്റെ ഫോണിൽ കിടപ്പുണ്ട്. അല്ല, കോപ്പി മതിയല്ലോ? മതി സാർ, അത് മതി. സാറിന് മുറി കാണിച്ചു കൊടുക്ക്. വരണം സാർ, വരണം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. ഇങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. ശരി. എന്തെങ്കിലും ആവട്ടെ. താങ്ക് യു സാർ. എടാ, നിന്നോട് കൂടി പറയാ, ആരെങ്കിലും വന്ന മേഘനാഥൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയരുത്. ഇല്ല സാർ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി സാർ.
സ്വയംബൻ സ്കോച്ച്. ഒന്ന് മിനിങ്ങിട്ട് കിടന്ന് ഉറങ്ങണം. അല്ല, ഉറങ്ങാനും മദ്യപിക്കാനും വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത്. കുറെ നാളായിട്ട് മനസമാധാനം ഇല്ലാണ്ടിരിക്കുക. വെള്ളം വേണ്ട, ഡ്രൈ അടിക്കാം. എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ എന്റെ പിന്നാലെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ മൂന്നാറിലെത്തി ഇതുപോലെ ഒറ്റപ്പെട്ട ഹോട്ടലിൽ ഒരു റൂം എടുത്തത്. ഇനി അവനെങ്ങാൻ ഇവിടെ വരുമെന്തോ. വന്നാ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കൊക്കിൽ എന്നെ കൊന്നു തള്ളും. എടാ, അവളെവിടെ? കരുണമോള് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. കൊണ്ടുവിട്ടു. എന്തു പറ്റിയടാ? എന്തു പറ്റാനാ? അവൾക്കുടനെ കുഞ്ഞ് ജനിക്കാത്തത് എന്റെ കുറ്റാണോ? എടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞ കാര്യാ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ കാലതാമസം എടുക്കുമെന്ന്. ഇതൊക്കെ ആരാ അമ്മയെ വരുത്തി വെച്ചത്? അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടെ അല്ലേ? കുഞ്ഞിനെ കൊന്നത് അവരല്ലേ? എടാ മോനെ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. ഒന്നും മനഃപൂർവ്വം അല്ല. അത് അവളും കൂടെ മനസ്സിലാക്കണ്ടേ? അതിലും ഞാൻ പ്രതിയല്ലെന്ന് അവള് തിരിച്ചറിയണ്ടേ? എന്നിട്ട് എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് പോയിരിക്കും അവള്. ഇനി ഈ ബന്ധം നിലനിൽക്കുമെന്ന് പോലും അറിയില്ല. എടാ മോനെ, അവളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ദേ, അവള് പിണങ്ങിയാലും നീ അവളെ വിട്ടുകളയല്ലേ? എടാ, കോടിക്കണക്കിന് ആസ്തിയുള്ളവളാ. ഇവിടെ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിങ്ങല്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് അവളുടെ സഹായം നിനക്ക് വേണ്ടി വരൂടാ മോനെ. അതിനെ സഹായിച്ചിട്ട് അത് വിളിച്ചു പോയിക്കൊണ്ട് നടക്കുന്നതാണ് അവളുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ സ്വഭാവം. ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ കാരണത്തോളം പൊട്ടിക്കാനാ തോന്നുന്നത്. പിന്നെ അത് ചെയ്യാത്തതേ ബന്ധം നിലനിൽക്കണല്ലോ എന്ന് കരുതിയിട്ടാ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. എടാ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാവള്. അതിന്റെ വേദന ഇപ്പോഴും ആ കൊച്ചിനുണ്ട്. ആ സമയത്ത് നിയന്ത്രണം വിട്ട് നീ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. അവൾക്കുടനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് അറിഞ്ഞ ശേഷം വഴിയരികിൽ വെച്ച് അവൾ എന്നെ പറയാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു. പിന്നെ അതിന്റെ ബാക്കി പറഞ്ഞത് അവളുടെ വീട്ടിലെത്തിയപ്പോ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടിയാ. ഇതെല്ലാം കേട്ടോണ്ടിരിക്കേണ്ട കാര്യം എന്താ അമ്മ എനിക്ക്?
ഒന്നാമത് കമ്പനിയിൽ തരം താഴ്ത്തിയതിന്റെ വേദന ഒരുപാടാ. അതിന്റെ കൂടെ മരിച്ചെന്ന് കരുതിയവരൊക്കെ തിരിച്ചു വന്നതിന്റെ സങ്കടം വേറെ. ഈ സമയത്ത് അവൾ എന്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത് അമ്മേ. എടാ അവളൊരു കൊച്ചു പെണ്ണല്ലേടാ. എന്ത് കൊച്ചു പെണ്ണ്? അവൾക്ക് 10-20 വയസ്സില്ലേ? തെറ്റ് ചെയ്തിട്ടാണ് വിമർശിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെ വായി വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞാലോ? എടാ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ കുടുംബവും ബിസിനസ്സും ഒക്കെ നീയാണ് നോക്കി നടത്തുന്നതെന്നല്ലേ കല്യാണത്തിന് മുമ്പ് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് നിന്റെ അമ്മാവൻ. എടാ അത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു വീഴ്ചയല്ലേ? അതെ, അത് പറഞ്ഞു തന്നെയാണ് 3 എണ്ണം കൂടെ എന്നെ കൊച്ചാക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്ന ആരെങ്കിലും കരുതിയോ അമ്മേ? അന്ന് കല്യാണം നടക്കുന്നതിന് മുമ്പ് അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറഞ്ഞെന്താ? മഹാലക്ഷ്മി എന്ന് പറയുന്നവള് വന്നു കഴിഞ്ഞാൽ ഈ വീടും വീട്ടിലുള്ളവരൊക്കെ നോക്കിക്കൊള്ളുന്നല്ലേ? ഒരു ജോലിക്കാരിയെ പോലെ ഇവിടെ കഴിയുന്നല്ലേ? എന്നിട്ട് എന്തായി? ഇപ്പോ ജോലിക്കാരിയെ പോലെയാണോ ജീവിക്കുന്നത്, അതോ മുതലാളിയെ പോലെ? അവരുടെ മുന്നില് ഇപ്പൊ നമ്മളെല്ലാവരും തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? അതൊക്കെ എന്റെ കുറ്റാണോ? എടാ 2 ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ വിമർശനമൊക്കെ കുറയ്ക്കണം. ഈ ബന്ധം പിരിയുന്ന രീതിയിലൊക്കെയാ മോളും അച്ഛനും മുത്തശ്ശിയൊക്കെ സംസാരിക്കുന്നത്. ഒരേ ഒരു കാര്യം തന്നെ ഏത് സമയത്തും പറയുന്നത്. അത് കേട്ട് മടുത്തു. എടാ ഞാൻ ഇടയ്ക്ക് പോയി അവരെല്ലാം കണ്ടോളാം. എന്തിനാ അമ്മ അങ്ങോട്ട് പോകുന്നത്? ഇനി എന്നോട് പറഞ്ഞതിന്റെ ബാക്കി കേൾക്കാനാണോ? ഇനി അവള് നോർമലായി വരണമെങ്കിൽ അധികാരം മുഴുവൻ അവർ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കിട്ടണം. എനിക്ക് ഈ വീടും കമ്പനിയും ഭരിക്കാൻ പറ്റണം. അതിന് തൽക്കാലം കഴിയില്ലെന്നറിയാം. അതിന്റെ കൂടെ അയാളുടെ ഒടുക്കത്തൊരു ടൂർ പ്രോഗ്രാം അറേഞ്ച്മെന്റ്. അയാൾ ഏട്ടത്തെയും കൂട്ടി മൂന്നാറേക്ക് പോയതാ ഇപ്പൊ അവളുടെ സമനില തെറ്റിച്ചത്. അതിന്റെ കൂടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ വൈകുമെന്ന് ഡോക്ടറും പറഞ്ഞത്. അയ്യോ, അതിന് തടസ്സമൊന്നുമില്ലല്ലോ? അതൊന്നും അറിയില്ല. ടെസ്റ്റും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മാത്രമേ അക്കാര്യത്തില് വ്യക്തമായ ഒരു തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ തടസ്സമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറുടെ സംസാരവും മട്ടുംഭാവൊക്കെ കണ്ടിട്ട് അതിനെന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നാ തോന്നുന്നത്. സംഭവിക്കുന്നതൊക്കെ എന്റെ ഭാവി തകർക്കുന്ന കാര്യങ്ങളാ. അതിനെ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞത് ശരിയാടാ പ്രതാപ. ഈ ബന്ധം കൊണ്ട് മോൾക്ക് എന്ത് നേട്ടം ഉണ്ടായേ? ഒരു കുഞ്ഞെങ്കിലും ജനിച്ചിരുന്നെങ്കിൽ അവൻ മോളെ അമ്മയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞിനെയെങ്കിലും കൊടുത്തെന്ന് പറയായിരുന്നു. ഇതിപ്പോ അതും ഇല്ലല്ലോ. ഉണ്ണി പറയുന്നത് പോലെ അത് അവന്റെ തെറ്റല്ലല്ലോ അമ്മേ. മോളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കളയാനുള്ള കാരണക്കാര് നിങ്ങളൊക്കെ അല്ല, നമ്മളൊക്കെ തന്നെയല്ലേ? അച്ഛൻ ഇനി കൂടുതൽ അയാളെ ന്യായീകരിക്കണ്ട. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കൃപയിൽ കഴിയുന്ന ഒരാളുടെ ഭാര്യയായിട്ട് തുടരാൻ എനിക്കിനി ആഗ്രഹമില്ല. മോള് പോകുന്നില്ലെങ്കിൽ പോകണ്ട. ഞങ്ങൾ എന്തായാലും മോളെ നിർബന്ധിച്ച് അങ്ങോട്ട് വിടില്ല. അച്ഛനും മുത്തശ്ശിയും കൂടിയാ ഇവളെ ഇല്ലാതാക്കി കളയുന്നത്. അമ്മ മിണ്ടരുത്. നിങ്ങളുടെ മൂത്ത മോളും മരുമോനും കൂടെ ഞങ്ങളെല്ലാം കഴുതകളാക്കുമ്പോ അവർക്കൊപ്പം നിന്ന് ചിരിക്കുന്നതാ അമ്മയുടെ ഇപ്പോഴത്തെ നേരം പോക്ക്. ലക്ഷ്മി അമ്മയാകാത്തിടത്തോളം കാലം ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിക്കരുതെന്നാ അമ്മ ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ നിനക്ക് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ മോളെ. മോളെ, നിന്റെ മനസ്സ് വായിക്കാൻ അതെന്താ പാഠപുസ്തകമോ? മോള് പറഞ്ഞതാണ് സത്യം. ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ മോൾക്കും ഒരു കുഞ്ഞിക്കാലി കാണാൻ പാടില്ല. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, ഉടനെ ഒന്നും മോക്ക് അമ്മയാകാൻ പറ്റില്ലെന്ന്. എന്താടി, സന്തോഷമായോ? ഇവൾക്കല്ലെങ്കിലും സന്തോഷാണല്ലോ. മോളും മരുമകനും കൂടെ തണുപ്പുള്ള സ്ഥലത്തേക്ക് ടൂറ് പോയിരിക്കല്ലേ? അടിച്ചു പൊളിക്കല്ലേ?
എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിട്ടാ അവര് മനഃപൂർവ്വം ടൂറ് പോയത്. ആ ഉണ്ണിയേട്ടൻ എന്നെ അതുപോലുള്ള സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോയില്ലെന്ന് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ അവൾ ഉലകം ചുറ്റി നടക്കുന്നത്. എത്ര ഉലകം ചുറ്റിയെന്ന് പറഞ്ഞിട്ടെന്താ? അവക്കൊരു ദാമ്പത്യ ജീവിതം ഇല്ലല്ലോ മോളെ. ഇപ്പൊ എനിക്കും ഇല്ലാതായില്ലേ? നിനക്ക് ദാമ്പത്യ ജീവിതം ഇല്ലാതാവുന്നെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമാണ് മോളെ. നിനക്കുണ്ടായ ഭാഗ്യത്തെ പറ്റി നിനക്ക് ഒരു തിരിച്ചറിവുമില്ല. പിന്നെ ഭാഗ്യമല്ലേ, മഹാഭാഗ്യം. എന്റെ ഭർത്താവ് നിങ്ങളുടെ മോളുടെ ശമ്പളക്കാരിയായിട്ട് ജോലി ചെയ്യുന്നത് അമ്മയ്ക്ക് വലിയ അഭിമാനമായിരിക്കും അല്ലേ? ഈ വീട്ടിലെ അടുക്കളയിൽ ഉറങ്ങിയിരുന്നവള് ഇന്നൊരു കമ്പനിയുടെ തലപ്പത്തെത്തിയതില് അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു അമ്മയാ നിങ്ങള്. ലക്ഷ്മിയുടെ തനി പകർപ്പ്. എന്നാ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയല്ലോ. ഇനി മൂത്ത മോളുടെയും മരുമോന്റെയും കൂടെ പോയി അമ്മയ്ക്ക് ജീവിച്ചൂടെ? അത് എന്റെ ഭർത്താവിന്റെ വീടല്ല, കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും വീടാ. അവിടെ നിങ്ങൾക്ക് അധികാരത്തോടെ താമസിക്കാം. പക്ഷേ ഞാൻ അവിടെ താമസിക്കുന്നത് അടിമയായിട്ടാ. ഇനി എനിക്ക് അതിന് വയ്യ.